പൊട്ടിപ്പൊളിഞ്ഞില്ലാതായ കൊല്ലം തോടിന്റെ സംരക്ഷണ ഭിത്തികൾ ഉൾനാടൻ ജലഗതാഗത വകുപ്പ് പുനർനിർമ്മിച്ചു. ജനം TV വാർത്തയെ തുടർന്നാണ് നടപടി. കൊല്ലം തോടിന് ഇരുവശവുമുള്ള സംരക്ഷണ ഭിത്തിയുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിലെ അശാസ്ത്രീയത ചൂണ്ടിക്കാട്ടി ജനം TV വാർത്ത നൽകിയിരുന്നു. ഉൾനാടൻ ജലഗതാഗത വകുപ്പ് 20 ലക്ഷം രൂപ നിർമ്മാണ എസ്റ്റിമേറ്റിലാണ് പദ്ധതി ആരംഭിച്ചത്. തകർന്ന സംരക്ഷണ ഭിത്തിക്ക് സമീപത്തെ ഉപയോഗശൂന്യമായ പില്ലറുകൾക്ക് മുകളിലൂടെ നിർമ്മാണം നടത്താനായിരുന്നു തീരുമാനം. നിർമ്മാണത്തിലെ അശ്രദ്ധ ജനസമക്ഷം എത്തിച്ചതോടെ പ്രതിഷേധവുമായി യുവമോർച്ചയും രംഗത്തെത്തി. ഇതിന് പിന്നാലെയാണ് കൂടുതൽ തുക അനുവദിച്ചുകൊണ്ട് നിർമ്മാണം ആരംഭിക്കാൻ അധികൃതർ തയ്യാറായത്. നല്ല ദൃഢമായിട്ടുള്ള ഒരു കോൺക്രീറ്റ് സംവിധാനം ഇവിടെ ഉറപ്പുവരുത്തിയിരിക്കുകയാണ്. അത് യുവമോർച്ചയുടെ പ്രതിഷേധത്തിന്റെയും പ്രക്ഷോഭത്തിന്റെയും വിജയമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ഇത്തരത്തിൽ നിർമ്മാണങ്ങൾ നടത്തുവാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. അതായത് പൊളിഞ്ഞ തൂണുകളിൽ തന്നെ ഇത്തരത്തിൽ നിർമ്മാണം നടത്തിക്കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുക്കുവാനുള്ള അഴിമതിയുടെ ഒരു ശ്രമം, അതിനെയും യുവമോർച്ച തടഞ്ഞിരിക്കുകയാണ്. നിലവിൽ 50 മീറ്ററോളം ഭാഗത്ത് മാത്രമാണ് നിർമ്മാണ പ്രവർത്തികൾ നടത്തിയത്. 7 കിലോമീറ്ററോളം ദൂരപരിധിയിൽ പലയിടങ്ങളിലും സംരക്ഷണ ഭിത്തി തകർന്ന നിലയിലാണ്. ചെളിയും മണ്ണും അടിഞ്ഞുകൂടിയും മാലിന്യങ്ങൾ നിക്ഷേപിച്ചും കൊല്ലം തോട് ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയിലായി. മഴക്കാലം കൂടി വന്നതോടെ മാരക രോഗങ്ങൾ പടർന്നു പിടിക്കുമോ എന്ന ആശങ്കയിലാണ് തോടിന് ഇരുവശവുമുള്ള പ്രദേശവാസികൾ. ജനം, കൊല്ലം.